താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ ക്യൂരിയോസിറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ടോ ഒക്കെയാണ് പലരും പോൺ വീഡിയോസ് കണ്ടു തുടങ്ങുന്നത്. എന്നാൽ ചിലരിലെങ്കിലും അതൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസിലേക്കും പോൺ അഡിക്ഷനിലേക്കും വഴിമാറുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഉപയോഗം അത് പോൺ അഡിക്ഷനിലേക്ക് വഴിമാറുന്നുണ്ടോ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോൺ ഉപയോഗം കൂടുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ലക്ഷണങ്ങളിൽ എന്തെങ്കിലും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്, നമ്മളുടെ പങ്കാളിയുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ താല്പര്യം കുറയുക അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. രണ്ട്, നമ്മൾ എന്തെങ്കിലും റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്, പോൺ വീഡിയോസ് കാണാനായിട്ട് റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സിൽ ഏർപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ജോലി സ്ഥലത്തിരുന്ന് പോൺ വീഡിയോസ് കാണുന്ന പോലെയുള്ള റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. മൂന്ന്, സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏക മാർഗം പോൺ വീഡിയോസ് കാണുന്നതാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. നാല്, നമ്മളുടെ ജോലി മുഴുവിപ്പിക്കാതെ അല്ലെ പഠിത്തം മുഴുവിപ്പിക്കാതെ പോൺ വീഡിയോസിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അഞ്ച്, ഓൾട്ടർനേറ്റീവ് പ്ലഷേഴ്സ് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഈ പോൺ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ആറ്, സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന പോൺ വീഡിയോസിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി കുറയുകയും സംതൃപ്തിക്ക് വേണ്ടി കൂടുതൽ ഇന്റൻസ് ആയിട്ടുള്ള വീഡിയോസ് കാണേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നമ്മൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് അല്ലെങ്കിൽ അഡിക്ഷൻ ലെവലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയും അതിനുള്ള സ്റ്റെപ്സ് എടുക്കുകയും വേണം.